35 കോടിയിലധികം വരുന്ന ഇന്ത്യൻ കുടുംബങ്ങളാണ് ദിവസവും LPG ഉപയോഗിക്കുന്നത്. അത്രയും വലിയൊരു വിഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ഇന്ധനത്തിന് പെട്ടെന്നൊരു ക്ഷാമം നേരിടുമ്പോൾ അത് നമ്മുടെ ജീവിതശൈലിയെ എങ്ങനെ മാറ്റിമറിക്കും? ഇന്ത്യ നേരിടാൻ പോകുന്ന LPG ക്രൈസിസിനെ കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇന്ത്യ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്നത് ഇതാദ്യമായല്ല. 1973 ഒപെക് ഓയിൽ ഷോക്ക് സമയത്ത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന മണ്ണെണ്ണ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ പ്രതിസന്ധിയിലാണ് ഇന്ത്യ തൻ്റെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ റേഷൻ സംവിധാനം ശക്തമാക്കിയത്. അതുപോലെ 1990 ഇറാഖ് കുവൈറ്റ് യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് പാടെ തകർന്നു. വിദേശ നാണ്യം ഇല്ലാതായപ്പോൾ രാജ്യം അതിൻ്റെ 47 ടൺ സ്വർണമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ചത്. പക്ഷേ ആ ഇരുണ്ട കാലഘട്ടമാണ് ലിബറലൈസേഷൻ പോലുള്ള വലിയ സാമ്പത്തിക മാറ്റങ്ങളിലേക്ക് ഇന്ത്യയെ നയിച്ചത്. ഓരോ വലിയ പ്രതിസന്ധിയും നമ്മെ പുതിയൊരു ജീവിത രീതി പഠിപ്പിക്കാറുണ്ട്. വരാനിരിക്കുന്ന ഈ ഗ്യാസ് പ്രതിസന്ധിയും അത്തരത്തിലൊന്നാണ്. ഇന്ധനത്തിനും ഭക്ഷണത്തിനുമായി കൂടുതൽ പണം ചിലവാക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ സേവിങ്സ് കുറയും. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ സ്ക്യൂഡ് ഇൻഫ്ലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ആഡംബര വസ്തുക്കളേക്കാൾ വേഗത്തിൽ അവശ്യ വസ്തുക്കളുടെ വില കൂടുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ പാചക രീതികളിലും ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്താതെ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. സർക്കാരുകൾക്ക് നൽകാൻ കഴിയുന്ന സബ്സിഡികൾക്ക് എപ്പോഴും ഒരു പരിധിയുണ്ട്. ഇവിടെയാണ് നമ്മൾ ബദൽ മാർഗങ്ങൾ ചിന്തിക്കേണ്ടത്. പാചകം എന്നാൽ എപ്പോഴും തീ കത്തിക്കൽ മാത്രമല്ല, റോ ഫുഡ്സ് അഥവാ വേവിക്കാത്ത ഭക്ഷണങ്ങൾ ശീലമാക്കാം. നമ്മുടെ ആയുർവേദം പറയുന്ന സാത്വിക ഭക്ഷണ രീതി ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ചൂടേൽപ്പിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകാൻ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾക്ക് കഴിയും. കൂടാതെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ 1 മീൽ എ ഡേ പോലുള്ള രീതികൾ ഗൗരവമായി കാണേണ്ട സമയമായി. ദിവസം മുഴുവൻ അടുക്കളയിൽ ചിലവഴിക്കുന്നതിന് പകരം ഊർജ്ജസ്വലമായിരിക്കാൻ ആവശ്യമായ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. ഇതിലൂടെ ഗ്യാസ് ലാഭിക്കുന്നത് മാത്രമല്ല, വരും കാലത്തെ വലിയൊരു ആരോഗ്യ പ്രശ്നമായ അമിതവണ്ണത്തിൽ നിന്നും പ്രമേഹത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇനി നമ്മുടെ അടുക്കളയിൽ തന്നെ ചെയ്യാവുന്ന 5 സ്മാർട്ട് ഹാക്കുകൾ നോക്കാം. ഇത് നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ആയുസ് ഇരട്ടിയാക്കും. ഒന്നാമതായി, അരി പാകം ചെയ്യുന്നതിന് 30 മിനിറ്റ് മുമ്പ് കുതിർത്ത് വെച്ചാൽ 25% വേഗത്തിൽ അത് വേകും. പരിപ്പ് വർഗ്ഗങ്ങൾ രാത്രി മുഴുവൻ കുതിർത്താൽ 50% ഗ്യാസ് ലാഭിക്കാം. അതുപോലെ തന്നെ പ്രഷർ കുക്കർ ഉപയോഗിക്കാം. തുറന്ന പാത്രത്തിൽ വേവിക്കുന്നതിനേക്കാൾ 75% ഇന്ധനം ലാഭിക്കാം പ്രഷർ കുക്കർ സഹായിക്കും. അടുത്തായി, പാത്രങ്ങൾ മൂടി വെച്ച് പാചകം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ 30% ഗ്യാസ് ലാഭിക്കാം. അടുത്തത്, ഇൻഡക്ഷൻ സ്റ്റൗകളിലേക്ക് മാറാം. ഗ്യാസ് സ്റ്റൗവിൻ്റെ എഫിഷ്യൻസി 40% ആണെങ്കിൽ ഇൻഡക്ഷൻ്റേത് 90%. അതുപോലെ എയർ ഫ്രയറുകൾ 30% വേഗത്തിൽ പാചകം പൂർത്തിയാക്കും. 1973 1990 പ്രതിസന്ധികളെ ഇന്ത്യ അതിജീവിച്ചത് അറിവ് കൊണ്ടും ഐക്യം കൊണ്ടുമാണ്. ഇന്ന് 2026 നാം നിൽക്കുമ്പോൾ സാങ്കേതികവിദ്യ നമ്മുടെ കൂടെയുണ്ട്. ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി കാത്തു നിൽക്കാതെ പ്രകൃതിദത്തമായ ഇന്ധനങ്ങളിലേക്കും ബുദ്ധിപരമായ ഭക്ഷണ രീതികളിലേക്കും മാറാൻ നാം തയ്യാറാകണം. ഈ പ്രതിസന്ധി നമ്മളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയുള്ളതാണ്. ഗ്യാസ് ലാഭിക്കാൻ നിങ്ങൾ ചെയ്യുന്ന പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഒരു ടിപ്പ് ചിലപ്പോൾ മറ്റൊരാൾക്ക് വലിയൊരു ഉപകാരമായേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.